കൊല്ലവർഷം 1201 ധനുമാസം മുതൽ 1202 ധനുമാസം വരെയുള്ള ഒരു വർഷ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതായത് 16-12-2025 മുതൽ 14-1-2027 വരെയുള്ള ഒരു വർഷത്തെ കാലത്തെയാണ്. കുംഭക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് വിവരിക്കുന്നത്. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയം നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. ഈ ഒരു വർഷത്തെ ഞാൻ ഓരോ മാസത്തെയും വേർതിരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. ആദ്യത്തെ ധനുമാസത്തെക്കുറിച്ചാണ്. കുംഭക്കൂറിന് ഇപ്പോൾ ശനി ഇത് നടക്കുന്നതിനാൽ, ശനിയുടെ ഇതുണ്ട്, ഏഴര ശനിയുടെ കാലമുള്ളതിനാൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പിന്നെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാം. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കൂട്ടുകാരുടെയും ഉറ്റമിത്രങ്ങളുടെയൊക്കെ സഹായ സഹകരണം ലഭിക്കാം. ഭരണാധികാരികളുടെ സഹായ സഹകരണം, മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫയലൊക്കെ വേഗം നീങ്ങണമെങ്കിലോ എന്തെങ്കിലും ബില്ലുകളൊക്കെ പാസ്സാകണമെങ്കിലോ അതെല്ലാം നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നാൽക്കാലികളെ കൊണ്ട് ലാഭം ഉണ്ടാകാം. നാൽക്കാലി വളർത്തി ഉപജീവനം കഴിക്കുന്നവർക്ക് അവർ അതിൻ്റെ വ്യാപാര മുഖാന്തരവും അതല്ലാതെ ക്ഷീര കർഷകർക്കും അതിൻ്റെതായിട്ടുള്ള ലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇണയെ കണ്ടെത്താനും വിവാഹ നിശ്ചയമോ വിവാഹവും നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലോൺ റിക്കവറി കാര്യങ്ങളിൽ ഈ മാസം ഒഴിവാക്കപ്പെടേണ്ടതായിട്ട് കാണുന്നുണ്ട്. അത് ഒഴിവാക്കി കിട്ടും, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. വീട് ആയിട്ട് വാങ്ങിക്കുന്നതിനോ അതോ വസ്തു വാങ്ങി വീട് വയ്ക്കുന്നതിനോ ഉള്ള ഒരു ഭാഗ്യമൊക്കെ ലഭിക്കാം. ധനനാശം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അലർജി മൂലമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കണ്ണിനും ഉദരത്തിലുമൊക്കെ ചില രോഗങ്ങൾ വരാം. അതൊക്കെ ഒന്ന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ പരദേശവാസം, അതായത് ഒന്നീ ഇന്ത്യക്കകത്ത് വിദൂര സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തേക്കോ യാത്ര ചെയ്യേണ്ടതായിട്ട് ഇതിൽ കാണുന്നുണ്ട്. അടുത്ത മകരമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഗുണങ്ങളുള്ള ഒരു സമയമാണ്. അവരുടെ പ്രബന്ധങ്ങളും അവരുടെ പ്രോജക്റ്റുകളും അവരുടെ ഇതെല്ലാം അവതരിപ്പിച്ച് അതിൽ നിന്ന് അംഗീകാരം കിട്ടുന്നതിന് ഒരു സമയമാണ് അവർക്ക്. അവരെ കഠിനാധ്വാനത്തിനൊക്കെ ഫലം കിട്ടുന്ന ഒരു മാസമാണ് മകരമാസം. സർക്കാരിൽ ജോലിക്കായി എല്ലാ കടമ്പകളും പാസ്സായി നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കാം, ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടാനും അധികാരത്തിൽ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടം വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ശരീരത്തിന് ഇത്തി ശക്തിക്കുറവ് വരാൻ, അത് ബലക്കുറവ് വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളെല്ലാം ചിലപ്പം ഒന്ന് ശത്രുക്കളാകാനും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ദേഹോദ്രം ഏൽക്കാനും, ഒന്നീ വീഴാനും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ദേഹോദ്രം ഏൽക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില രോഗങ്ങളൊക്കെ നിങ്ങളെ ശല്യപ്പെടുത്താം. അത് വയറിൻ്റെയും കണ്ണിൻ്റെയും രോഗങ്ങളാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അടുത്ത കുംഭമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ബന്ധുക്കളുടെയും ഉറ്റമിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകാം. ഭരണാധികാരികൾ നിങ്ങളെ പല രീതിയിലും സഹായിക്കാം. മുമ്പൊക്കെ നിങ്ങൾ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ അവർ സഹായിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളെ സഹായിക്കാം. വിലപ്പെട്ട വസ്ത്രങ്ങളും ഒക്കെ ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നാൽക്കാലികളുടെ വ്യാപാരം നടത്തുന്നവർക്ക് വളരെ ഗുണം കിട്ടുന്നു. ഒപ്പം തന്നെ ക്ഷീര കർഷകർക്കും ഗുണം കിട്ടുന്നു. അതുപോലെ തന്നെ വീട് പുതിയത് വാങ്ങുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി താമസിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. പാഴ്ചിലവുകൾ നിങ്ങളൊന്ന് നിയന്ത്രിച്ചാൽ നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാകേണ്ട ഒരു സമയമാണ്. രക്തത്തിൽ ചില ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ, അണുബാധ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങളെ പൂജാതി പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധാപൂർവം ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ മാസം കുംഭമാസത്തിൽ കിട്ടും. അതുപോലെ തന്നെ അശ്രദ്ധ മൂലം ധനനാശം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും, നിങ്ങളെ ഉറ്റ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ട്, ശാരീരിക ബുദ്ധിമുട്ട്, രോഗമോ അല്ലെങ്കിൽ മരണമോ സംഭവിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ദേഹോപദ്രവം ഏൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മീനമാസത്തെ ഫലങ്ങളാണ്. ധാന്യവിള കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറെ ഗുണകരമായിരിക്കും. തോട്ടവിള, നാണ്യവിളയിലൊക്കെ അവർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടും. തോട്ടം വച്ചിട്ടുള്ളവർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ തേങ്ങാ കർഷകർക്ക്, തെങ്ങ് കർഷകർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ലാഭങ്ങൾ കിട്ടുന്ന ഒരു മാസവും കൂടിയാണ്.
ആദായം നിങ്ങൾക്ക് പല രീതിയിലും ആദായം നിങ്ങൾക്ക് ലഭിക്കും, ധനശേഷി ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബഹുമാന പത്രവും ഒക്കെ കിട്ടേണ്ട ഒരു സമയം കൂടിയാണിത്. പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും രീതിയിൽ പേപ്പറുകൾ ഒപ്പ് വയ്ക്കുമ്പോഴോ ആർക്കെങ്കിലും ചെക്കൊക്കെ കൊടുക്കുമ്പോഴോ ഏതെങ്കിലും എഗ്രിമെൻറ്റിൽ നിങ്ങൾ അതൊക്കെ വായിച്ച് നോക്കി കിട്ടണം. അതിൽ കാരണം അവിടെ ചതിവ് ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ പല രീതിയിൽ ധനനാശം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനം ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്, ധനനാശം ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീങ്ങുക. അതുപോലെ റിക്കവറി നടപടികൾ, ലോണ്, കുടിശ്ശിക, ടാക്സ് അങ്ങനെയൊക്കെ ഒന്ന് റിക്കവറി നടപടി വരേണ്ട ഒരു സാധ്യതയുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി, അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നാൽക്കാലികളിൽ നിന്ന് ലാഭം ഉണ്ടാകാം. വീട് പണി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും, അവിടെ താമസിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ വീടിന് ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ ഒരു ചെറിയൊരു തടസ്സം കാണുന്നുണ്ട്. എങ്കിലും ആ തടസ്സം നിങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുക. അപ്പോൾ ലോൺ വേഗം കിട്ടുന്നതാണ്. ബന്ധുക്കൾക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകും. ഈ സമയത്ത് അസൂയയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സമയം കൂടിയാണിത്. ദേഹ ഉപദ്രവം ഏൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചില രോഗങ്ങൾ വരാനും സാധ്യത കാണുന്നുണ്ട്. മേടമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. അധികാരസ്ഥാനമുള്ള ഒരു പദവി നിങ്ങൾക്ക് ലഭിക്കാം. ആജ്ഞാപിക്കാനും ഒരു കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിവുള്ള ഒരു പദവി നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നുള്ള ഭയപ്പെടുത്തുന്ന നോട്ടീസുകൾ, അതായത് സമൻസുകളൊന്നും അതിനൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ നടപടിയൊക്കെ മാറ്റിവെക്കാൻ സാധിക്കും. പല രീതിയിലുള്ള ചതിവുകൾ പല രീതിയിലും വരാം. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. ബന്ധുക്കളുടെ വൈരാഗ്യം ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് അലർജി ഉള്ള ആളാണെങ്കിൽ ഈ മാസത്തിൽ അലർജി കൂടാനും അതുമൂലം ശ്വാസമുട്ടൽ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അതുപോലെ ജ്വരം, ശരീരവേദന, വാദം പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് അത് ശകലം കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഇന്ത്യയിലെ വിദൂര സംസ്ഥാനങ്ങളോ പുണ്യസ്ഥലങ്ങളോ തീർത്ഥസ്ഥലങ്ങളോ അവിടെയൊക്കെ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ വിദേശ രാജ്യം സന്ദർശിക്കാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ കണ്ണിനും ഉദരത്തിനും വ്യാധിയാണ് ഈ മാസവും കാണുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. നാൽക്കാലികളിൽ നിന്ന് ചെറിയ ലാഭം കുറയുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അടുത്ത ഇടവ മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. മക്കൾ ഭാഗ്യം ഉണ്ടാകാം. അതുപോലെ അത് സന്താനം ജനിക്കാം, സൗഭാഗ്യം ഉണ്ടാകാമെന്നാണ്. പല രീതിയിലും ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാം. മിത്രങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കാം. പല രീതിയിലും കുടുംബത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകാം. ഈശ്വര കടാക്ഷം ലഭിക്കാം. ശത്രുക്കൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് അവരെ അടങ്ങിയിരിക്കാം, നിങ്ങളെ ദ്രോഹിക്കാതെ. ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ ധാരാളം ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ശരീരത്തിനൊരു ബലക്കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടാം. അത് മെറ്റീരിയൽ ഇത് മിനറൽസിൻ്റെ കുറവ് കൊണ്ടാണ് അതുണ്ടാകുന്നത്. അത് പരിഹരിക്കുക. കണ്ണിലും ഉദരത്തിലൊക്കെ അസുഖം ഈ മാസവും കാണുന്നുണ്ട്. വിദേശ രാജ്യത്ത് പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത് മിഥുന മാസത്തെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഈ മിഥുന മാസത്തിൽ വലിയ ഗുണഫലങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ രീതിയിലുള്ള ഗുണഫലങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരോടും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നത് കുറയുന്നു. ശത്രുക്കളിൽ നിന്ന് പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അനുഭവിക്കാൻ എല്ലാം ഉണ്ടെങ്കിലും അനുഭവിക്കാനുള്ളൊരു യോഗമില്ലാത്ത ഒരു അവസ്ഥ വന്നേക്കാം. അതായത് ചില രോഗങ്ങൾ ശല്യം ചെയ്യാം. ധനനാശം കാണുന്നു, ശ്രദ്ധിക്കുക. പല രീതിയിലും അലർജി ശല്യങ്ങൾ, അത് പൊടി മൂലമോ ഫംഗസ് മൂലമോ ഒക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഉദരവ്യാധി ഉണ്ടാകാം. തൊണ്ടയിൽ വേദന, ടോൺസിലൈറ്റിസ് പോലുള്ള അസുഖങ്ങളും കണ്ണിന് ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അടുത്ത കർക്കിടക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് കർക്കിടക മാസത്തിൽ പല ഗുണങ്ങളും പ്രതീക്ഷിക്കാമെങ്കിലും കുറച്ച് ഗുണഫലങ്ങൾ കുറവായിരിക്കും. രോഗങ്ങളും ദുഃഖങ്ങൾക്കൊക്കെ ഒരു ശമനം വരാം. എന്തെങ്കിലും രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതിന് ശമനം വരാം. ധനലാഭം കുറച്ച് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. സന്താനഭാഗ്യം ലഭിക്കാം. പല സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ദുർജനങ്ങളുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകെട്ടിയിരിക്കുന്നതെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ധാരാളം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കേസുകളൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. ദമ്പതിമാരും മക്കളും തമ്മിലൊരു വഴക്ക് ഉണ്ടായിരുന്നതൊക്കെ കുറയേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാം ഉണ്ടായിരുന്നാലും നമുക്കത് എടുത്ത് അനുഭവിക്കാനുള്ളൊരു യോഗം ഇല്ലാത്തൊരവസ്ഥ വരാം. ചിലപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അങ്ങനെയൊക്കെ പല സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനൊക്കെ ഈ കർക്കിടക മാസത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അത് നല്ല ബാങ്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സാധ്യതയുണ്ട്.
അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില ദോഷങ്ങൾ, മാനഹാനി വരേണ്ട ഒരു സാധ്യതയുണ്ട്. ശരീരത്തിന് ബലക്കുറവ് വരേണ്ട ഒരു സമയമാണ്. അത് നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ സുഖചികിത്സ ചെയ്യുക. പല രീതിയിലും ദുഃഖങ്ങൾ വരാം, അത് പരിഹരിക്കുക. ചിങ്ങമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. വളരെ മോശം ഫലങ്ങളാണ് ചിങ്ങമാസത്തിൽ കാണുന്നത്. ശത്രുക്കൾ ശല്യം ചെയ്യും. സന്താനങ്ങൾക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാം ഉണ്ടായാലും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നില്ല. ധനനാശങ്ങളും പല കഷ്ടപ്പാടുകളും കാണുന്നുണ്ട്. ശരീരത്തിൽ സൗഖ്യഹാനി കാണുന്നുണ്ട്, ബലക്കുറവ് കാണുന്നുണ്ട്. ബന്ധുക്കളിൽ ആരോ ഒരാൾ അത്യാസന്ന നിലയിലാവുകയോ മരണപ്പെടാനോ സാധ്യത കാണുന്നുണ്ട്. കണ്ണിലും ഉദരത്തിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് കൂടാം. അതുപോലെ വ്യക്തിത്വ പ്രതിസന്ധി, വ്യക്തിപരമായിട്ടുള്ള ചില അപമാനങ്ങളും ഒക്കെ നിങ്ങൾ സഹിക്കേണ്ടതായിട്ടുള്ള വരാം. ഇതെല്ലാം മാറ്റാൻ വേണ്ടി ശത്രു സംഹാര പൂജകൾ, ലക്ഷ്മി നരസിംഹമൂർത്തി സ്വാമിയുടെ പൂജകളോ അല്ലെങ്കിൽ ദേവി ഭദ്രകാളി അമ്മയുടെ പൂജകളോ കാലഭൈരവ സ്വാമിയുടെ പൂജകളോ ഒക്കെ നിങ്ങൾ ചെയ്യുക. അപ്പം ആ ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ തന്നെ കന്നിമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് നിയമന ഉത്തരവ് കാത്തിരിക്കുന്നവർക്ക്, എല്ലാ കടമ്പകളും കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കേണ്ട സാധ്യത, നിയമന ഉത്തരവ് ലഭിക്കേണ്ട സാധ്യതയുണ്ട്. ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഗവൺമെൻറ്റിൽ നിന്നോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ കരാറായിട്ട് ഉള്ള ജോലികൾ, അത് മരാമത്തായിരുന്നാലും അല്ലാതെയുള്ള ജോലികളായിരുന്നാലും അത് കോൺട്രാക്ട് ബേസിലെടുത്ത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കാൻ സാധിക്കുന്നു. ജോലി തുടങ്ങാനും സാധിക്കുന്നു. കാര്യങ്ങൾ എല്ലാം ഭംഗിയായി നടന്നു പോകാം. ധനലാഭം ഉണ്ടാകാം. മുമ്പേ ഉള്ള മാസത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു. ദയ, കരുണ എന്നിവയെല്ലാം നിങ്ങൾ വച്ചു പുലർത്തുക. ദാനം ചെയ്യുക പാവപ്പെട്ടവർക്ക്. ഇതൊക്കെയാണെങ്കിലും അധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഭയപ്പെടുത്തൽ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അന്യപുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില മാനഹാനി വരേണ്ട സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ടുള്ള വിരോധം നിങ്ങൾ സമ്പാദിക്കരുത്. ശരീരത്തിന് ഒരു ശക്തിക്കുറവുണ്ടാകാം. അതുപോലെ ബന്ധുവിന് അസുഖങ്ങളോ മരണമോ ഉറ്റ ബന്ധുക്കൾക്ക് സംഭവിക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. അടുത്ത തുലാമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ബന്ധുക്കളുടെ സഹായവും സഹകരണവും നിങ്ങൾക്ക് ലഭിക്കാം. ഉറ്റ മിത്രങ്ങളുടെയും ലഭിക്കാം. വാതരോഗമുള്ളവർ, വാതരോഗത്താൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞു കിട്ടാം. അതുപോലെ ഹാർട്ടിൻ്റെ രോഗമുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ചികിത്സ ലഭിക്കുകയും അതുമൂലം അതിന് സുഖവും ലഭിക്കാം. ധനലാഭം ഉണ്ടാകാം. പക്ഷേ നിയന്ത്രിച്ചില്ലെങ്കിൽ ചിലവ് കൂടാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇണയെ കണ്ടെത്താനും വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കണ്ണിലും ഉദരത്തിലും തൊണ്ടയിലും രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അലർജി ഉണ്ടാകാം. ശ്വാസം മുട്ടൽ വരാം. ബന്ധുക്കൾക്ക് ചിലർക്ക് ആപത്തുകൾ വരേണ്ട സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനാശം വരാം. അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാക്കി പെട്ടെന്ന് താമസിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില തടസ്സങ്ങൾ അവിടെ കാണുന്നു. അതായത് കാലതാമസം വരുന്നു. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അതിൻ്റെ നമ്പർ കിട്ടാനോ ടാക്സ് ഇടാനോ എല്ലാത്തിനുമുള്ള കുറച്ച് താമസം അവിടെ കാണുന്നുണ്ട്. അത് മാത്രമാണ് കാണുന്നത്. അടുത്ത് വൃശ്ചിക മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ബുദ്ധിപരമായി കാര്യങ്ങൾ ചിന്തിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. വെറുതെ ഒരു ഇതിൽ തീരുമാനം എടുക്കരുത്. യുക്തിപരമായിട്ട് ചിന്തിക്കണം. വാക് സാമർഥ്യം ഉണ്ടാകാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ട ഒരു കഴിവ് നിങ്ങൾക്ക് വൃശ്ചികമാസത്തിൽ ലഭിക്കാം. അതുപോലെ തന്നെ പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് കുടുംബത്തിൽ നടക്കാം. മിക്ക കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുന്ന എന്തിനിറങ്ങി തിരിച്ചാൽ അതെല്ലാം വിജയത്തിലേക്ക് വരേണ്ട ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രമങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഗുണകരം ലഭിക്കുന്നു. അതുപോലെ തന്നെ ധനനാശം നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നു. ഏത് ഭാഗത്ത് നിന്നാണ് ധനം ചോർന്നു പോകുന്നതെന്ന് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിലും ഉദരത്തിലുമുള്ള വ്യാധികൾക്ക് നിങ്ങൾക്ക് തക്കതായ ചികിത്സ ലഭിക്കുകയും അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് തക്കതായ ചികിത്സ ലഭിക്കുകയും നിങ്ങൾക്ക് പൂർണ്ണ സുഖവും ലഭിക്കുന്നു. ശരീരത്തിൻ്റെ ക്ഷീണവും ആ ഒരു ബലക്കുറവെല്ലാം മാറിക്കിട്ടി അത് സുഖം പ്രാപിക്കുന്നു. വീട്ടിലേക്ക് നിങ്ങൾക്ക് ചില വളരെ കാലമായി ആഗ്രഹിക്കുന്ന നല്ല ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല ഉപകരണങ്ങളും വാങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊരു വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ മാസം സാധിക്കുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇണയെ കണ്ടുപിടിക്കാനും വിവാഹ നിശ്ചയമോ നടക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ധനുമാസത്തെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്.
വിശേഷ പ്രധാനമായ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടില്ല. പല നാട്ടിലും പല രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. അതുകൊണ്ട് ആ നാടുകൾ സന്ദർശിക്കാനും അവിടെ നിന്നുള്ള വളരെ വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാനും അതുമൂലം ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് സന്ദർശിക്കാനെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നു. അവിടെ ബന്ധുമിത്രാദികളുമായിട്ടും കുടുംബമായിട്ടൊക്കെ വളരെ ഐക്യത്തിൽ പോകാനും തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുന്നു. പല രീതിയിലും ധനം ലഭിക്കുന്നു. അധികാരങ്ങളുള്ള ഒരു പദവി നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഒന്നീ പ്രൊമോഷൻ ലഭിക്കാം, അല്ലെങ്കിൽ പൊതുജന പ്രവർത്തകർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അധികാരം ലഭിക്കാം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുവിധം നടന്നു കിട്ടുന്നു. ധനം നഷ്ടപ്പെടുന്ന വഴി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഏത് രീതിയിലൊക്കെ ചോർന്നു പോകുമോ അതെല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ധനലാഭം ധാരാളമായി കിട്ടുന്നു. അതുപോലെ ബന്ധുക്കളുടെയും ചില അസൂയാലുക്കളായിട്ടുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കുത്തിത്തിരിപ്പ് മൂലം നിങ്ങളുടെ ദാമ്പത്യത്തിന് ചില ബുദ്ധിമുട്ടുകൾ വഴക്കുകളൊക്കെ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. വെളിയിൽ നിന്നുള്ള ഒരു ഇടപെടൽ മൂലമാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ രക്തത്തിൽ അണുബാധ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കണ്ടുപിടിച്ച് അത് അതിനുള്ള ചികിത്സ ചെയ്യുക. അതുപോലെ ഒരു അപകടങ്ങളിലും ഒക്കെ ഒന്ന് വരേണ്ട സാധ്യതയുണ്ട്. ചെറിയ അപകടങ്ങൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.